ഹയാവോ മിയാസാക്കിയുടെ പടം, ഒരു സ്റ്റുഡിയോ ജിബ്ലി ചിത്രം. ഫോണും സൈലന്റ് ആക്കി ഒരു ചിത്രത്തിലേക്ക് വിടാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണം? വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രേക്ഷകരുടെ സമയത്തിന്റെ വിലയും തലച്ചോറിന്റെയും ഹൃദയത്തിന്റെയും പരപ്പും ആഴവും വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാകണം അവരെ അങ്ങനെ തീർത്തും നിരാശരാക്കുന്ന ചിത്രങ്ങൾ മിയാസാക്കി എടുക്കാറില്ല. ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന ചിത്രവും അതുപോലെ ഒന്നാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജാപ്പനീസ് സൈന്യം ഉപയോഗിച്ചിരുന്ന A6M0 ഫൈറ്റർ ജെറ്റിന്റെ പ്രധാന എഞ്ചിനീയർ ആയിരുന്ന ജിറോ ഹോറിക്കോഷിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഇതൊരു ബയോപിക് അല്ല. ഒരുപാട് ഫിക്ഷണൽ എലമെന്റുകൾ ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ജിറോ എന്ന വ്യക്തിയെ, അയാളുടെ പ്രണയത്തെ, തീവ്രമായ അഭിലാഷത്തെ അയാളുടെ സ്വപ്നങ്ങളിലൂടെയാണ് മിയാസാക്കി അവതരിപ്പിക്കുന്നത്. മേഘങ്ങൾക്കിടയിൽ അരങ്ങേറുന്ന മനോഹരമായ ഒരു സ്വപ്നം. കുട്ടിക്കാലത്ത് ആ വിമാനം പറത്താനായിരുന്നു ജിറോയുടെ ആഗ്രഹം. പക്ഷേ പൈലറ്റായി ഇല്ലാത്തതിനാൽ അത് സാധ്യമല്ല എന്നവൻ വളരെ വിഷമത്തോടെ മനസ്സിലാക്കി. അവന് പ്രചോദനമായി ഒരാൾ അവതരിച്ചു, അതും അവന്റെ സ്വപ്നങ്ങളിൽ. ഇറ്റാലിയൻ എയർക്രാഫ്റ്റ് ഡിസൈനിങ്ങിലെ അതികായൻ കൗണ്ട് കാപ്രോണി. അവർ പരസ്പരം സ്വപ്നത്തിൽ സംവദിച്ചു. അദ്ദേഹം അവനെ പ്രചോദിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, തലച്ചോറിൽ തീ കോരിയിട്ടു എന്ന് പറയുന്നതാകും ശരി. ജിറോ ഒരു എയർക്രാഫ്റ്റ് ഡിസൈനർ ആകുന്നു. പക്ഷെ അവൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ലോകയുദ്ധകാലത്ത് അവൻ മനോഹര സ്വപ്നങ്ങളായി കണ്ടിരുന്ന വിമാനങ്ങൾ പലർക്കും ദുസ്വപ്നമാകുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് അവനെ തളർത്തി. പക്ഷേ അവിടെ അവൾ വരുന്നു, പ്രണയവുമായി. നവോക്കോ. ഹൃദയത്തിൽ തൊടുന്ന ഒരു പ്രണയകഥയായി ഈ ചിത്രം മാറുന്നത് അവളിലൂടെയാണ്. ജീവിതം മനോഹരമാണ് എന്ന് ആ കവിതാക്കൾ പറഞ്ഞു വെക്കുന്നു. The wind is rising, we must try to leave എന്ന പോൾ വലേരിയുടെ കവിതാശകലം അവർ ഏറ്റുപറയുന്നു. The wind rises എന്ന മിയാസാക്കി ചിത്രത്തിൽ കാറ്റ് ഒരു രൂപകം മാത്രമല്ല, അതൊരു പ്രധാന കഥാപാത്രം തന്നെയാണ്. ക്ലോസിംഗ് ആക്ട് വരെ അത് പ്രതീക്ഷയും പ്രണയവുമാണ്. പക്ഷെ ക്ലൈമാക്സിൽ അതൊരു നൊമ്പര കാറ്റാകുന്നു.